ഓക്കെ, ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്ന് നമ്മൾ അടുത്ത ഡിസ്കഷനിലേക്ക് പോവുകയാണ്. നോക്കൂ, ഡയമെൻഷണൽ അനാലിസിസ്. ഇതൊരു സിമ്പിൾ ടോപ്പിക്കാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങളടുത്ത് ഒരു എന്താ പറയുക, കാർബൺ എന്ന് പറയുക. സി എന്ന് ഞാൻ എഴുതി വെച്ചാൽ അവിടെ നിങ്ങൾ പറയും, ഓ ഇത് കാർബണാണ്. നിങ്ങൾ കെമിസ്ട്രിയിൽ ഇങ്ങനെയാണ് എഴുതുന്നത് അല്ലേ, 6C12 എന്ന് എഴുതും. ഇപ്പം സി എന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് കാർബണിനെയാണ്. ഇനി നമ്മൾ യു എന്ന് ഞാൻ എഴുതി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ പറയും, ഓ ഇത് യുറേനിയത്തിനെ റെപ്രസെൻ്റ് ചെയ്യാനാണ്. എച്ച് എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ഹീലിയമാണ്. ഇതെല്ലാം ഓരോ കെമിക്കൽ സിമ്പലുകളാണ്, ഒരു പെർട്ടിക്കുലർ എലിമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പലുകളാണ്. ഇതിനെ നമ്മൾ കെമിക്കൽ സിമ്പൽ എന്ന് പറയും. ഇവിടെ നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് മാറുകയാണ്. നമ്മൾ CO എന്ന് എഴുതി വെക്കുകയാണ് ഞാൻ. CO ഇപ്പം നിങ്ങൾ പറയുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. കാർബൺ മോണോക്സൈഡ് എങ്ങനെയുണ്ടാവും? കാർബണിന്റെ ഒരു ആറ്റത്തിനോടൊപ്പം ഒരു ഓക്സിജൻ ആറ്റം കമ്പൈൻ ചെയ്ത് അതെന്തുണ്ടാവും? കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും. ഇത് കെമിക്കൽ ഫോർമുലയാണ്. ഏതിന്റെ? കാർബൺ മോണോക്സൈഡിന്റെ. ഇതെന്താണ്? ഒരു ഇക്വേഷൻ ആണ്. ഇക്വേഷൻ എന്തായിരിക്കണം? ബാലൻസ്ഡ് ആയിരിക്കണം. അത് നിർബന്ധമാണ്. ഇനി ഇതിന്റെ കൂടെ രണ്ട് ഓക്സിജന്റെ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പറയും അത് CO2 ആയി മാറും, കാർബൺ ഡൈ ഓക്സൈഡ് ആയി മാറും. അപ്പൊ ഇതൊരു കെമിക്കൽ എന്താണ് ഫോർമുലയാണ്. രണ്ടാമത് എഴുതിയിരിക്കുന്നതൊക്കെ ഇക്വേഷനുകളാണ്. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു വെച്ച് കഴിഞ്ഞാൽ, ഡയമെൻഷണൽ അനാലിസിസിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ഫിസിക്സിൽ പഠിച്ച ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ടല്ലോ. എടാ, നമ്മുടെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഇല്ലേ, മാസ്, ലെങ്ത്, ടൈം, ഓക്കെ നിങ്ങൾ പറയും ബാക്കി. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ എന്താ പറയുക, ചില ലെറ്ററുകൾ ഉപയോഗിച്ച്, ചില സിമ്പലുകൾ ഉപയോഗിച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റിയിലെ നമ്മുടെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്കറിയാം, മാസ് എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉണ്ട്. അതിനെ റെപ്രസെന്റ് ചെയ്യാൻ ഓഫ്കോഴ്സ് നമുക്ക് എന്ത് തന്നെ കൊടുക്കാം, M എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിക്കാം. അപ്പോൾ M റെപ്രസെന്റ്സ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി മാസ്. ആൻഡ് ഫോർ ലെങ്ത് പറഞ്ഞോ, ലെങ്ത് നിങ്ങൾ പറയാം അത് ക്യാപിറ്റലിൽ കൊടുക്കാം. അപ്പോൾ ടൈമിനോ, ടൈം ക്യാപിറ്റൽ T കൊടുക്കാം. മെക്കാനിക്സിൽ ഈ മൂന്നെണ്ണം ഉണ്ടെങ്കിൽ ഏതാണ്ടൊക്കെ എല്ലാം ആയിക്കഴിയും. ഏതൊക്കെ? M, L ആൻഡ് T. ക്യാപിറ്റൽ M ഫോർ മാസ്, L ഫോർ ലെങ്ത് ആൻഡ് T ഫോർ ടൈം. ഇനി നിങ്ങൾക്ക് ഇലക്ട്രിക് കറണ്ട് ഉണ്ടെന്നിരിക്കട്ടെ. ഇലക്ട്രിക് കറണ്ട്, ഇതിന് ക്യാപിറ്റൽ A കൊടുക്കാം, ആംപെയർ. I ഉപയോഗിക്കാം, A ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ആംപെയർ. ടെമ്പറേച്ചർ, അതിന് നമ്മൾ T ആൾറെഡി എന്തിനു കൊടുത്തു? ടൈമിന് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചറിന് നമുക്കറിയാം കെൽവിനാണ് നമ്മുടെ യൂണിറ്റ്. അപ്പോൾ K കൊടുത്താൽ മതി. K ഓർ തീറ്റ, K ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, of course small, and for luminous intensity it is CD, candela. അപ്പോൾ M, L, T, A, K, mole and CD അല്ലേ? 1, 2, 3, 4, 5, 6, 7. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഡയമെൻഷണൽ സിമ്പലുകൾ എന്ന് പറയുക. ക്യാപിറ്റൽ M മാസിൻ്റെത്, L ലെങ്തിൻ്റെത്, T ടൈമിൻ്റെത്. ഇലക്ട്രിക് കറണ്ടിന് A കൊടുക്കാം, ടെമ്പറേച്ചറിന് K കൊടുക്കാം, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ കൊടുക്കാം, ലൂമിനസ് ഇൻറ്റൻസിറ്റി കാൻഡിലയുടെ CD കൊടുക്കാം. ഇത്രയായപ്പോൾ എന്താ പറയുക, നമ്മുടെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളുടെ സിമ്പലുകളായി മാറി. ഇനി നമുക്ക് ഇതല്ലാതെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എന്തുണ്ട്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദേ ആർ ഡിറൈവ്ഡ് ഫ്രം ദി ഫണ്ടമെന്റൽസ്. അപ്പോൾ ഒരാൾക്ക് സംശയമാണ്, ഈ ഏരിയയുടെ എന്താ പറയുക സിമ്പിൾ എന്താണ്, ഇതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ യൂണിറ്റ് കണ്ടുപിടിച്ച പോലെ ഫസ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യാണ് വാട്ട് ഈസ് ഏരിയ. എന്താണ് ഏരിയ? ഇറ്റ് ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ദാറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് വേ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. വാട്ട് ഈസ് ദ കെമിക്കൽ സിമ്പിൾ ഓഫ് what is the physical symbol of length? Dimensional symbol എന്താണെന്ന് ചോദിച്ചാൽ എല്ലാം. ബ്രെഡ്ത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ബ്രെഡ്ത്തും ലെങ്ത് ആണ്. ഇവിടെ നിന്ന് വരെയുള്ള ലെങ്ത്, ദാറ്റ്സ് ഓൾ. So it is L into L. So you can write it is L square.
നോക്കൂ, എൽ എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ്. അതിന്റെ പവർ എൽ മീൻസ് എൽ റേസ് ടു 1. സോ if the power of L is 1, that represents length. And if the power of L is 2, that represents area. അപ്പോൾ നിങ്ങളൊരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയെ ഒരു പവർ ഉപയോഗിച്ച് റൈസ് ചെയ്തു, എൽ സ്ക്വയർഡ് ആക്കി മാറ്റി. ആൻഡ് ദാറ്റ് പവർ ഈസ് കാൾഡ് ഇറ്റ്സ് ഡയമെൻഷൻ. ദാറ്റ് ഈസ് കാൾഡ് ഡയമെൻഷൻ. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എന്ന് വെച്ചാൽ ദ പവർ വിത്ത് വിച്ച് ദാറ്റ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഈസ് ടു ബി റൈസ്ഡ്. എന്തിനു വേണ്ടി? ടു റെപ്രസെന്റ് എ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒന്നുകൂടെ മാറുകയാണ്, വോളിയം. അപ്പം നിങ്ങൾ പറയും വോളിയം എന്ന് വെച്ചാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ലെങ്ത് ഓക്കെ എൽ, ബ്രെഡ്ത്ത് ഓക്കെ എൽ, height okay L. So your answer is L cubed. So when the power of L is 3, that represents another physical quantity, volume. എല്ലാത്തിനും L തന്നെയാ, പക്ഷേ when its power is 1, that represents length. When its power is 2, that represents area. When its power is 3, that represents volume. So that is the simplest way. അപ്പോൾ ഒരു derived quantityയുടെ ഡയമെൻഷണൽ സിമ്പിൾ നിങ്ങൾ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് യു ഹാവ് ടു ഡിഫൈൻ ദാറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. നിങ്ങൾ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഒന്ന് ഡിഫൈൻ ചെയ്താൽ മാത്രം മതിയാകും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കൈവശം വെലോസിറ്റി എന്ന് പറയുന്ന ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ഉണ്ട്. ഇതല്ലാതെ ബാക്കി എല്ലാം എന്താണ്? ഡിറൈവ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരാൾക്ക് സംശയമാണ് ഈ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പഠിച്ചിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പൊസിഷൻ എടുത്തു പി, ദെൻ ക്യൂ എന്ന് പറയുന്ന അടുത്തൊരു പൊസിഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പി നിന്ന് ക്യൂവിലേക്ക് ട്രാവൽ ചെയ്യാം. പക്ഷെ ഷോർട്ടസ്റ്റ് റൂട്ടിൽ ട്രാവൽ ചെയ്യാൻ പറഞ്ഞാൽ, എടാ പി നിന്ന് ക്യൂവിൽ പോകാൻ പറഞ്ഞു. നിങ്ങളുടെ ഫ്രണ്ടിന്റെ വീടാണെന്നേ, അത്യാവശ്യമായിട്ട് പി നിന്ന് ക്യൂവിലോട്ടൊക്കെ പോകാൻ പറഞ്ഞു. അത്യാവശ്യം പറഞ്ഞുകൊണ്ട് ഒരുത്തം പോണത് എങ്ങോട്ടായിരിക്കും? അവൻ്റെ അടുത്ത ഫ്രണ്ടിന്റെ വീട്ടിൽ പോവും, ഇവിടെ പോവും, തോന്നിയ പോലെ അവസാനം ക്യൂവിലെത്തും. അവന് ഇഷ്ടമുള്ള രീതിയിൽ പി നിന്ന് ക്യൂവിൽ പോകാം. പക്ഷേ ഷോർട്ടസ്റ്റ് റൂട്ടിലൂടെ പോകാൻ തീരുമാനിച്ചാൽ അവൻ പി ഒറ്റ പോകും. എങ്ങനെ? സ്ട്രെയിറ്റ് ലൈനിൽ പോകും. ആ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ്. പി ഇനിഷ്യൽ പൊസിഷനാണ്, ക്യൂ ഫൈനൽ പൊസിഷൻ വെച്ചാൽ നിങ്ങൾ ആദ്യം പിയിലായിരുന്നു, ഇപ്പോൾ ഇവിടെ എത്തി ക്യൂവിലെത്തി. അപ്പൊ നിങ്ങളുടെ ഇനിഷ്യൽ പൊസിഷൻ ഇതെന്താണ്? നിങ്ങളുടെ ഫൈനൽ പൊസിഷൻ. അതിനിടയ്ക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് അല്ലേ, ഈ ഡിസ്റ്റൻസ് അല്ലേ. ലെങ്തിന്റെ ഡയമെൻഷണൽ സിമ്പിൾ എന്താണ്? എൽ. അപ്പൊ എൽ ബൈ ടൈമിന്റെ എന്താണ്? ടി. എൽ ബൈ ടി. or it is L t raised to -1. That is all. Acceleration പറഞ്ഞാൽ നിങ്ങൾ പറയും acceleration എന്ന് പറഞ്ഞാൽ change in velocity by time. നോക്കൂ, നമ്മൾ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡെഫിനിഷൻ ഒന്നും അല്ല പഠിക്കുന്നത്. നമ്മൾ ചുമ്മാ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഡയമെൻഷണൽ ഫോമിൽ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആക്സിലറേഷൻ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്ന് പറഞ്ഞാൽ വെലോസിറ്റിക്ക് ഉണ്ടാവുന്ന ചേഞ്ച് ആണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ ഫോമിൽ കിട്ടിയ എൽ ടി റൈസ് ടു -1. ടൈമിൻ്റെത് ടി ആണ്. സോ യുവർ ആൻസർ ഈസ് എൽ ടി റൈസ് ടു -2. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ വേണോ ഡയമെൻഷൻ ഫോമുല ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക? കഴിഞ്ഞ ദിവസം യൂണിറ്റ് എഴുതിയ പോലെ കുറേ ഫോഴ്സ് എന്നോ പിന്നെ മൊമെൻറ്റം നിങ്ങൾക്ക് അറിയാവുന്ന ക്വാണ്ടിറ്റികളൊക്കെ എന്ത് ചെയ്യുക? ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ക്ലിയർ? അത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ഇതാണ് ഡയമെൻഷൻ അനാലിസിസിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഇപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ നിങ്ങൾ എഴുതുന്ന എന്തായിരിക്കും? F = m എന്ന് എഴുതും. മാസിന്റെ ഡയമെൻഷൻ ഫോർമുല സിമ്പിൾ അറിയാം, m. ആക്സിലറേഷൻ ഇപ്പം കിട്ടിക്കഴിഞ്ഞു, L t raised to -2. സോ m L t raised to -2 represents ഫോഴ്സ്. അപ്പോൾ ഇനി എനർജി നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ഹാഫ് മീ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷന്റെ സഹായത്തോടെ എനർജി കണ്ടുപിടിച്ചേ, മൊമെന്റത്തിന് മാസ് ഇൻറ്റു വെലോസിറ്റി ഉപയോഗിച്ച് ചെയ്തേ. അങ്ങനെ കുറേ ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷണൽ ഫോമുല നിങ്ങൾ എഴുതി വെക്കുക. ക്ലിയർ? ഇനി നമ്മൾ എന്തിനാണ് ഈ ഡയമെൻഷണൽ അനാലിസിസ് നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, see the first application and the most important application is that can be used to check
the correctness of an equation. ഒരു ഇക്വേഷന്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ പറ്റും. ഒരു ഇക്വേഷന്റെ കറക്റ്റ്നെസ് എങ്ങനെ ചെക്ക് ചെയ്യുമെന്ന് വെച്ചാൽ ബൈ അപ്ലൈയിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ഈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. പേരിലുണ്ടല്ലേ, ഹോമോജിനസ് പ്യൂർ, എല്ലായിടത്തും ഒരേ റേഡിയസ് ആയിരിക്കണം. ഹെട്രോജിനസ് അങ്ങനെയല്ല. അപ്പൊ ഹോമോജിനിറ്റി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സാധനം ഒരുപോലെ ഇരിക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് LHS ഉണ്ടായിരിക്കണം, RHS ഉണ്ടായിരിക്കണം, അതിനിടയിൽ ഒരു ഈക്വൽ സിമ്പലും ഉണ്ടായിരിക്കണം, അല്ലേടാ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ എഴുതുകയാണ് A+B = C. ഇറ്റ്സ് ആൻ ഇക്വേഷൻ. LHS ഉണ്ട്, RHS ഉണ്ട്, പിന്നെന്തുണ്ട്, ഈക്വൽ സിമ്പലും ഉണ്ട്. എയുടെ കൂടെ ബി ആഡ് ചെയ്താൽ സി കിട്ടും. ഇതൊരു ഇക്വേഷൻ ആണ്. ഫിസിക്സിൽ ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആവണമെങ്കിൽ, ഡയമെൻഷനലി കറക്റ്റ് നോക്കൂ, ഡയമെൻഷനലി കറക്റ്റ് ആയ എല്ലാ ഇക്വേഷനും ആക്ച്വൽ ഇക്വേഷൻ ആവണമെന്നില്ല. പക്ഷേ ഡയമെൻഷനലി കറക്റ്റ് ആയ ഒരു ഇക്വേഷൻ ആണ് A+B = C എങ്കിൽ എയുടെ ഡയമെൻഷൻ തന്നെ ആയിരിക്കണം ബിക്കും, അത് തന്നെ ആയിരിക്കണം സിക്കും. അത് നിർബന്ധമുള്ള കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, എയുടെ ഡയമെൻഷൻ LT⁻⁻1 ആണെങ്കിൽ ബിയുടേതും LT⁻⁻1 ആയിരിക്കണം. LT⁻⁻1 കൂടെ LT⁻⁻1 കൂട്ടിയാൽ 2LT⁻⁻1 അല്ലേടാ. അങ്ങനെ പറഞ്ഞവന്മാരും ഉണ്ട് കേട്ടാ. നമ്മൾ തമാശ പറയുന്നെങ്കിൽ അങ്ങനെ കിട്ടിക്കളയരുത്. പകരം LT⁻⁻1 LT⁻⁻1 ആഡ് ചെയ്താൽ എന്തേ കിട്ടാവൂ, LT⁻⁻1. അതങ്ങനെ കിട്ടാവൂ. 1 കിലോയുടെ കൂടെ 2 കിലോ ആഡ് ചെയ്താൽ 3 കിലോ മാസേ കിട്ടാവൂ. മാസിന് പകരം വേറെ എന്തെങ്കിലും ആയി പോകരുത്. ഫോഴ്സിൻ്റെയോടൊപ്പം ഫോഴ്സ് കൂട്ടിയാൽ ഫോഴ്സേ കിട്ടാവൂ. വേറെ ക്വാണ്ടിറ്റി ആയിപ്പോയാൽ പൊളിഞ്ഞുപോയി. അപ്പം നിങ്ങൾക്ക് ആഡ് ചെയ്യുമ്പോഴും നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യം, ഫിസിക്സിൽ അങ്ങനെയാണ്, ഫോഴ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് മാസ് ആഡ് ചെയ്യാൻ പറ്റിയല്ല. ടൈം പ്ലസ് മാസ് അങ്ങനെ ഒരു സംഭവമില്ല. ഒരേ ഡയമെൻഷനിൽ വരുന്നതിനെ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റൂ. ഫോഴ്സിനോടൊപ്പം ഫോഴ്സ് ആഡ് ചെയ്യാം, ടൈമിനോടൊപ്പം ടൈം ആഡ് ചെയ്യാം, മാസിനോടൊപ്പം മാസ് ആഡ് ചെയ്യാം, വെലോസിറ്റിയോടൊപ്പം വെലോസിറ്റി ആഡ് ചെയ്യാം. കിട്ടുന്നത് എന്തായിരിക്കണം, വെലോസിറ്റി ആയിരിക്കണം. ഫോഴ്സിനോടൊപ്പം ഫോഴ്സ് ആഡ് ചെയ്താൽ കിട്ടുന്നത് എന്തായിരിക്കണം, ഫോഴ്സ് തന്നെ ആയിരിക്കണം. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പ്രകാരം ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആകണമെങ്കിൽ ഡയമെൻഷൻസ് ഓഫ് ഈച്ച് സൈഡ് ഓഫ് ദാറ്റ് ഇക്വേഷൻ ആർ ദ സെയിം. ആ ഇക്വേഷൻ്റെ 2 സൈഡിലെയും ഓരോ ടേമുകൾ, എത്രയൊക്കെ ടേമുകളുണ്ടോ ആ ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻ സെയിം ആയിരിക്കണം. അത് നിർബന്ധമാണ്. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, ബൈ യൂസിങ് ദിസ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി യു ക്യാൻ ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആകണമെങ്കിൽ ഡയമെൻഷൻസ് ഓഫ് ഈച്ച് ടേം, ഇവിടെ എത്ര ടേം ഉണ്ടടാ, എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, 3 ടേം ഉണ്ട്. ഡയമെൻഷൻസ് ഓഫ് ഈച്ച് ടേം ഓൺ എയ്തർ സൈഡ്, കാരണം അതൊരു ഇക്വേഷൻ ആണ്. അപ്പോൾ അതിന് 2 സൈഡ് ഉണ്ടായിരിക്കും. അതൊക്കെ ഉണ്ടാവും, LHS ഉണ്ടാവും, RHS ഉണ്ടാവും. LHSലെ ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻ തന്നെ ആയിരിക്കണം RHSലെ ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻ. ഫോർ എക്സാമ്പിൾ, A+B + C, A+B + C = X + Y ആണെങ്കിൽ എയുടെ ഡയമെൻഷൻ ഒരു കുട്ടിക്ക് കിട്ടിയത് LT⁻⁻2 ആണെങ്കിൽ ബിയുടേത് LT⁻⁻2 ആയിരിക്കണം, സിയുടേത് LT⁻⁻2 ആയിരിക്കണം, എക്സിൻ്റെത് LT⁻⁻2 ആയിരിക്കണം, വൈയുടേത് എന്തായിരിക്കണം, LT⁻⁻2 ആയിരിക്കണം. എങ്കിലേ ആ ഇക്വേഷൻ കറക്റ്റ് ആവത്തുള്ളൂ. അല്ലെങ്കിൽ ആ ഇക്വേഷൻ കറക്റ്റ് അല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായടാ. ഡയമെൻഷൻ അനാലിസിസ് എന്തിനു ഉപയോഗിക്കും? ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ഏതാ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. എന്താ അത് പറയുന്നത്? ആ ഒരു ഇക്വേഷൻ ഡയമെൻഷനിൽ കറക്റ്റ് ആവണമെങ്കിൽ ഡയമെൻഷൻസ് ഓഫ് ഈച്ച് ടേം ഓൺ ഐദർ സൈഡ് ഓഫ് ദ ഇക്വേഷൻ ആർ ദ സെയിം. ക്ലിയർ? അപ്പം നമ്മൾ ചുമ്മാ ഒരു ഇക്വേഷൻ എഴുതാണ്. നിങ്ങൾ എന്താ പറയുക, മോഷൻ ഇൻ ഓൺ ഡിയിൽ അല്ലെങ്കിൽ ഓൺ ഡയമെൻഷണൽ മോഷനിലൊക്കെ കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ കേട്ടിട്ടുള്ള ഒരു ഇക്വേഷനാണ്. എന്താ പറയുക, നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ തന്നെ നമുക്ക് അങ്ങോട്ട് എഴുതാം. V =
ut plus a. ഫെമിലിയർ അല്ലേടാ ഇക്വേഷൻ? വീണ്ടും തലവലിക്കുമാരുണ്ട്. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാടാ? ഇങ്ങനെ ഒരു ഇക്വേഷനേ ഇല്ല. പിന്നെ ഏതാ ഇക്വേഷൻ? v is equal to u plus at. ദാറ്റ് ഈസ് എ കറക്റ്റ് ഇക്വേഷൻ. പക്ഷേ എക്സാം ഹാളിലാണ് നമുക്ക് ഈ ഡൗട്ടുകളൊക്കെ വരുന്നത് അല്ലേ? ആകെ പ്രശ്നമാണ്. അപ്പൊ എക്സാം ഹാളിൽ ഇരുന്നപ്പോൾ ഒരുത്തിന് സംശയം, v is equal to ut plus a ആണോ v is equal to u plus at ആണോ? Now you can check the correctness of that equation by using dimensional analysis. Dimensional analysis എന്താ പറയുക? ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആകണമെങ്കിൽ dimensions of each term on either side of the equation are the same. അപ്പോൾ വെലോസിറ്റി അല്ലേ? വെലോസിറ്റി ഡയമെൻഷൻ ഫോർമുല നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്, lt raised to -1. u എന്തുവാ? അതും ഇനിഷ്യൽ വെലോസിറ്റിയാണ്, അപ്പോൾ lt raised to -1 into t ആണ്, t ഇത് ടൈം ആണ്, പ്ലസ് a lt raised to -2. ഇവിടെ ഫസ്റ്റ് ടേം lt raised to -1, lt raised to -1 into t raised to, t means t raised to 1, x raised to a into x raised to b എന്ന് പറഞ്ഞാൽ x raised to a plus b ആണ്. അപ്പോൾ t raised to -1 plus 1, അപ്പോൾ എത്ര കിട്ടൂടാ? t raised to 0 എന്ന് പറയും. t raised to 0 എന്ന് വെച്ചാൽ 1 എന്ന് കിട്ടും. അപ്പോൾ ഇത് എത്രയായി? l ആയി മാറി, പ്ലസ് lt raised to -2. ഓരോ ഡയമെൻഷൻ നോക്കടാ, സെയിം ആണോ? അല്ല. എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ എന്തല്ല? കറക്റ്റ് അല്ല, ഡയമെൻഷനലി കറക്റ്റ് അല്ല. അപ്പം നിങ്ങൾ പറയും ഈ ഇക്വേഷൻ അല്ല, അപ്പോൾ പിന്നെ ഈ ഇക്വേഷൻ ആയിരിക്കും അല്ലേ? അങ്ങനെ പറഞ്ഞുള്ളത് ചിലപ്പോൾ രണ്ട് തെറ്റായി പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇതൊന്ന് ചെക്ക് ചെയ്യാം. വെലോസിറ്റി എന്താ? lt raised to -1. ഇതെന്താടാ? ഇനിഷ്യൽ വെലോസിറ്റി lt raised to -1. ആക്സലേഷൻ എന്താടാ? lt raised to -2. ടൈം എന്താ? t ആണ്. അപ്പോൾ ഇത് t raised to -2 into t raised to 1 എന്ന് പറഞ്ഞാൽ t raised to -2 plus 1, t raised to -1. അപ്പോൾ നിങ്ങൾ എഴുതും lt raised to -1, lt raised to -1 plus lt raised to -1. That means this equation is dimensionally correct. Is that clear? അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആ ഇക്വേഷനെ ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യുക? മറ്റ് ഇക്വേഷൻസ് ഒക്കെ എടുക്കുക. ഫോർ എക്സാമ്പിൾ എന്താ പറയുക, നിങ്ങൾക്ക് ഞാനൊരു ഇക്വേഷൻ അങ്ങ് തരുകയാണ്, നിങ്ങളിതിനെ ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് തന്നെ ചെക്ക് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ s is equal to ut plus half at², അതിൻ്റെ കറക്റ്റ് ഫോമാറ്റിലാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇത് ഡയമെൻഷനലി കറക്റ്റ് ആണോ നമ്മളിപ്പോൾ എഴുതി അത്രയും സ്റ്റെപ്പുകളിലൂടെ ചെയ്തു വരിക. ക്ലിയർ? ദെൻ നമ്മുടെ എന്താ പറയുക, v² is equal to u² plus 2as എന്ന് പറയുന്ന ഇക്വേഷൻ, ഇതൊക്കെ ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യുക. f is equal to ma ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ f is equal to capital G m1 m2 by r² അല്ലെങ്കിൽ d². അവിടെ നിങ്ങൾക്ക് പ്രശ്നമാണല്ലേ, ജിയുടെ ഡയമെൻഷൻ ഫോർമുല അറിയത്തില്ല അല്ലേ? പറയാൻ മാർഗമുണ്ട്. ആദ്യം ജിയുടെ ഡയമെൻഷൻ ഫോർമുല വേണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം. ജിക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക. ജി is equal to കമോൺ f d² by m1 m2. എടാ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിച്ച് തരണം. ഫോഴ്സിൻ്റെ അറിയാം, d for ഡിസ്റ്റൻസ്, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ആകുമ്പോൾ എല്ലിൻ്റെ സ്ക്വയർ, ഇത് മാസ് അറിയാം, അതൊന്ന് ചെയ്ത് വെച്ചേക്കണം. ക്ലിയർ? ഇത് മൂന്നും ഡയമെൻഷനലി അത് കറക്റ്റ് ആണോ ഇക്വേഷൻ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ്. ഇത് ജിയുടെ ഡയമെൻഷൻ ഫോർമുല കണ്ടുപിടിക്കാനാണ്. ഇതെല്ലാം നമ്മുടെ കൈവശം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മുടെ ക്ലാസ് കാണാനിരിക്കുമ്പോൾ നിങ്ങളുടെ കൈവശം ഫിസിക്സിൻ്റെ ഡയറി കയ്യിലുണ്ടായിരിക്കണം. അതിൽ നിങ്ങൾക്ക് തോന്നുന്ന പോലെ എഴുതാം, ഇഷ്ടമുള്ള രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം. തെറ്റുകളുണ്ടാവും, വെട്ടിക്കളയുക ഒക്കെ ചെയ്യുക. കാരണം ഇത് ഫൈനൽ സ്കൂൾ തുറക്കുമ്പോൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ CE വർക്ക് എന്ന് പറഞ്ഞാൽ അതാണ്. നിങ്ങളുടെ ഡയറി, നിങ്ങൾ ഈ ക്ലാസ്സുകളിൽ ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ CE വർക്ക് തീർന്നു. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ മാർക്ക്. ഓക്കെ, അപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് ഓർത്തിരുന്നോളണം. ഒരു കാര്യം തീർന്നേ. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ കൺവേർട്ട്, സെക്കൻഡ് ഈസ് ടു കൺവേർട്ട് one system of units into another.
എടാ ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റിനെ മറ്റൊന്നാക്കി മാറ്റാമോ? ഈ സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്റർനാഷണൽ സിസ്റ്റം മാത്രമല്ല, SI മാത്രമല്ല, CGS ഉണ്ട്, FPS ഉണ്ട്, അങ്ങനെ പല സിസ്റ്റവും ഉണ്ട്. ഇത് രണ്ടുമാണ് ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതാണ് ഈ SI സിസ്റ്റവും ഇന്റർനാഷണൽ സിസ്റ്റവും പിന്നെന്താണ് സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ് അഥവാ CGS. ഫോർ എക്സാമ്പിൾ, ഫോഴ്സ് എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി നിങ്ങളെല്ലാവരും ഫെമിലിയർ ആണ്. ഫോഴ്സിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ന്യൂട്ടന്റെ പേരിലാണ് ഓർത്തു വച്ചിരിക്കുന്നത്. ന്യൂട്ടൺ N-ലാണ്. ഇതിന്റെ CGS യൂണിറ്റ് നിങ്ങൾ വളരെ ഫെമിലിയർ ഒന്നും ആകണമെന്നില്ല. ഇതിന്റെ CGS യൂണിറ്റ് എന്ന് പറയുന്നത് ഡൈനാണ്. ന്യൂട്ടൺ അറിയാം, അത് SI യൂണിറ്റ് ആണ്. CGS യൂണിറ്റ് ഡൈനാണ്. നിങ്ങളൊരു ടെക്സ്റ്റ് റെഫർ ചെയ്തപ്പോൾ ഫോഴ്സിനെ അവർ പറഞ്ഞിരിക്കുന്നത് 2 ഡൈൻ എന്നാണ്. നിങ്ങൾക്കാണെങ്കിൽ യാതൊരു ഐഡിയയും കിട്ടുന്നില്ല. ഇത് ന്യൂട്ടനുമായിട്ട് എങ്ങനെ നമുക്ക് ഒന്ന് കമ്പയർ ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ച് ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ അതാണ് ഞാൻ ഈ പറഞ്ഞത്, സെക്കൻഡ് ആപ്ലിക്കേഷൻ ടു കൺവേർട്ട് വൺ സിസ്റ്റം ഓഫ് യൂണിറ്റ് ഇൻ ടു അനദർ സിസ്റ്റം. ഫോർ എക്സാമ്പിൾ, നമുക്കവിടെ അറിഞ്ഞിരിക്കേണ്ടത് 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് ഡാഷ് ഡൈൻ എന്നറിയണം. നമ്മുടെ മുമ്പിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു, 1 ന്യൂട്ടൺ ഈസ് ഡാഷ് ഡൈൻ. നമുക്ക് ആകെ അറിയാവുന്ന SI CGS കൺവേർഷൻ മാസ് ലെങ്ത് ടൈമിൻ്റെ മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. മാസ് മീൻസ് 1 കിലോഗ്രാം എന്ന് എഴുതിയാൽ നിങ്ങൾ ഉടൻ അവിടെ എഴുതി വെക്കും, ദാറ്റ് ഈസ് 1000 ഗ്രാം. കിലോഗ്രാം മാസിന്റെ SI യൂണിറ്റ്, ഗ്രാം മാസിന്റെ CGS യൂണിറ്റ്. എടാ, കിലോഗ്രാമും ഗ്രാമും ഈക്വൽ അല്ല, 1ഉം 1000 ഈക്വൽ അല്ല. പക്ഷേ 1 കിലോഗ്രാം ഇസ് ഈക്വൽ ടു 1000 ഗ്രാം എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ഈ 1 എന്തുവാണ്? മാസിന്റെ ന്യൂമറിക്കൽ വാല്യൂ. എവിടത്തെ? SI സിസ്റ്റത്തിലെ. 1000 എന്താടാ? മാസിന്റെ ന്യൂമറിക്കൽ വാല്യൂ. എവിടത്തെ? CGS സിസ്റ്റത്തിലെ. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടി 2 കിലോ എന്ന് എഴുതി. അപ്പൊ ഇവ ഒരു ചെറിയ മാറ്റം വരുത്തും, 2000 ഗ്രാം എന്ന് എഴുതാം. കിലോഗ്രാം മാസിന്റെ SI യൂണിറ്റ് ആണ്, ഗ്രാം മാസിന്റെ CGS യൂണിറ്റ് ആണ്. 2 ന്യൂമറിക്കൽ വാല്യൂ ഓഫ് മാസ് ആണ്. എവിടത്തെ? SI സിസ്റ്റത്തിലെ. ഈ 2000 എന്തുവാടാ? ന്യൂമറിക്കൽ വാല്യൂ ഓഫ് മാസ്. സെയിം ക്വാണ്ടിറ്റി ആണ്, ക്വാണ്ടിറ്റി മാറിയിട്ടില്ലേ? എവിടെ? CGSലെ. ക്ലിയർ? ഇത് തന്നെ നമുക്കറിയാവുന്നതാണ്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 സെന്റിമീറ്റർ ആണ്. രണ്ടിടത്തും സെക്കൻഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എവിടെ? SIയിലും CGSലും. അപ്പോൾ നമ്മൾ 1 ന്യൂട്ടൺ ഇസ് ഈക്വൽ ടു ഡാഷ് ഡൈൻ എന്നൊരു പ്രോബ്ലം നമ്മുടെ മുമ്പിലേക്ക് വരുവാണ്. സോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റിനെ കൺവേർട്ട് ചെയ്ത് വേറൊരു സിസ്റ്റം ഓഫ് യൂണിറ്റ് ആക്കി മാറ്റാൻ പോവുകയാണ്. ഫോർ എക്സാമ്പിൾ, നമുക്കറിയത്തില്ല, നമ്മൾ ജനറൽ ഡിസ്കഷൻ നടത്താൻ പോവാണ്. നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ എന്തോ ആയിക്കൊള്ളട്ടെ, ഫോഴ്സോ മൊമെന്റോ എനർജിയോ ഒക്കെ ആവട്ടെ, ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഞാൻ ഇങ്ങനെ ജനറൽ ആയിട്ടൊന്ന് റെപ്രസെന്റ് ചെയ്യാൻ പോവാണ്. L T. എമ്മിൻ്റെ പവർ ഞാൻ A എന്ന് കൊടുത്തു. ആൻഡ് ഫോർ L it is B, and for time it is C. So M L T, and their respective powers are A, B and C respectively. ഇവന്റെ ഫസ്റ്റ് സിസ്റ്റത്തിലെ ന്യൂമറിക്കൽ വാല്യൂവിന് ഞാൻ N1 എന്ന് കൊടുത്തു. അപ്പോൾ N1 ഇൻറ്റു 1 ഇൻറ്റു 2 ഇൻറ്റു ഫിസിക്കൽ ക്വാണ്ടിറ്റി. അതേ ക്വാണ്ടിറ്റിയുടെ അടുത്ത സിസ്റ്റത്തിലെ ന്യൂമറിക്കൽ വാല്യൂ N2. പക്ഷേ ഫിസിക്കൽ ക്വാണ്ടിറ്റി മാറരുത്. അപ്പോൾ പവർ M⁻⁴, L⁻⁵, T⁻⁶. ഇത് ഒന്നാമത്തെ സിസ്റ്റം കാണിക്കാൻ 1 1 1 2 2 2. നോക്കൂ, N1 എന്ന് പറയുന്നത് ഏതോ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ ഫോർ എക്സാമ്പിൾ SI സിസ്റ്റം ആണെന്നിരിക്കട്ടെ. N2 എന്ന് പറയുന്നത് അതേ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ന്യൂമറിക്കൽ വാല്യൂ ആണ്. എവിടെ? CGS. നമുക്ക് N2ന്റെ വാല്യൂ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതെന്നിരിക്കട്ടെ. സോ ഇവിടെ നിന്ന് N2ന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയാൽ N1 ഇൻറ്റു ഇതുകൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യണം അല്ലേ? അപ്പോൾ M1 by M2
raised to a. L1 by L2 raised to b. T1 by T2 raised to c. Clear? ഇനി ഞാൻ നമ്മുടെ പ്രാക്ടീസ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 1 Newton ഈസ് ഈക്വൽ ടു ഡാഷ് ഡൈൻ. അപ്പോൾ ക്വാണ്ടിറ്റിയെ, ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമ്മുടെ മനസ്സിൽ വന്നു. ഏതാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? ഫോഴ്സ് ആണ്. ഏത് ക്വാണ്ടിറ്റിയാ? ഫോഴ്സ്. ഫോഴ്സിന്റെ ഡയമെൻഷൻ ഫോർമുല അറിയാം, MLT റൈസ് ടു -2. ഫോഴ്സ് MLT റൈസ് ടു -2 ആണെങ്കിൽ M റൈസ് ടു 1, L റൈസ് ടു 1, T റൈസ് ടു -2 എന്ന് പറഞ്ഞാൽ ഇവിടെ പവർ എയുടെ പവർ എത്രയാടാ? എയുടെ പവർ എന്ന് വെച്ചാൽ മാസിന്റെ പവർ. M റൈസ് ടു 1, അപ്പോൾ എക്ക് 1. ബിക്ക് പകരം എല്ലിന്റെ പവർ ബി ആണ്. എല്ലിന്റെ പവർ 1 and it is C is -2. So N2 is N1. Question N1ന്റെ സ്ഥാനത്ത് 1, N2ന്റെ സ്ഥാനത്ത് ഡാഷ്. അപ്പോൾ N2 ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ N1ന് പകരം 1. M1 ഏത് സിസ്റ്റം? SI സിസ്റ്റം. SI സിസ്റ്റത്തിൽ 1 kg എന്നേ പറയൂ. CGS കാരൻ 1 gram എന്നേ പറയൂ. റൈസ് ടു A. എയുടെ വാല്യൂ 1 ഇൻറ്റു L1 അവൻ മീറ്ററിലേ പറയൂ. CGS കാരൻ സെന്റിമീറ്ററിലേ പറയൂ. റൈസ് ടു B. ബിയുടെ വാല്യൂ എത്ര? 1. ഇതെന്താണ്? ടൈം. ഇവിടെയും 1 സെക്കൻഡ് തന്നെ, ഇവിടെയും 1 സെക്കൻഡ് തന്നെ. റൈസ് ടു -2. അപ്പോൾ 1/1 ആണ്. അത് 1 ആയി മാറി. ഇത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയേ? ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ N2 ഈക്വൽസ്, N2ന്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. N2 1 kilogram by gram. ഈ കിലോയെ നിങ്ങളങ്ങ് ഗ്രാം ആക്കിയേ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും 1000 gram by 1 gram. The all raised to 1 into 1 meter. കൺവേർട്ട് ചെയ്ത് CGS ആക്കാൻ അറിയാം. കാരണം നമുക്ക് CGS വാല്യൂ വേണ്ടത്. അതുകൊണ്ട് നമ്മൾ CGSലോട്ട് അറിയാവുന്നതിനെയൊക്കെ മാറ്റുന്നത്. 1 മീറ്ററിന് 100 സെന്റിമീറ്റർ എന്ന് എഴുതാം. ഇറ്റ് ഈസ് 100 സെന്റിമീറ്റർ ബൈ 1 സെന്റിമീറ്റർ റൈസ് ടു 1. മറ്റേത് 1 ആയിപ്പോയി. ഗ്രാം ഗ്രാം കട്ട് ചെയ്തു, സെന്റിമീറ്റർ സെന്റിമീറ്റർ കട്ട് ചെയ്തു. 1000 by 1 1000, 100 by 1 100. ദാറ്റ് ഈസ് 10 റൈസ് ടു 1 2 3 4 5. സോ ആൻസർ ആയി 1 Newton ഈസ് ഈക്വൽ ടു ഡാഷ് ഡൈൻ്റെ ആൻസർ ആയി. ഈ ഡാഷിൻ്റെ അവിടെ എന്തെന്ന് എഴുതി വെച്ചാൽ മതി, 10 റൈസ് ടു 5. സോ ദാറ്റ് ഇസ് എ സെക്കൻഡ് ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒരിക്കൽ കൂടെ ഒന്ന് കണ്ടതിന് ശേഷം ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യനിലേക്ക് വരിക. ഞാൻ ഒരു എന്താ പറയുക, എനർജി എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി തരികയാണ്. എനർജിയുടെ ഡയമെൻഷൻ ഫോർമുല നിങ്ങൾ കണ്ടുപിടിക്കണം. ഇപ്പം ഞാൻ MLT റൈസ് ടു -2 എന്ന് എഴുതിയ പോലെ എന്താ പറയുക, അവൻ്റെ ഡയമെൻഷൻ ഫോർമുല കണ്ടുപിടിക്കുക, ഇതേ ഇക്വേഷൻ കൊണ്ടുവരിക, ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരിക. അവിടെ എയുടെയും ബിയുടെയും സിയുടെയും ഒക്കെ വാല്യൂ ഫോഴ്സിൻ്റെതായിരിക്കത്തില്ല, പവറുകൾ മാറും. അപ്പോൾ ആ വാല്യൂ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനർജിയെ സാധാരണ നമ്മൾ SI യൂണിറ്റിൽ പറയുന്നത് ജൂളിലാണ്. അപ്പോൾ 1 ജൂൾ ഇസ് ഈക്വൽ ടു ഡാഷ് എർഗ്, ERG. എർഗ് ഇത് CGS യൂണിറ്റ് ആണ്. കിട്ടും 1 ജൂൾ ഇസ് ഈക്വൽ ടു ഡാഷ് എർഗിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ 2 ജൂൾ ഇസ് ഈക്വൽ ടു, എന്തിനെല്ലാം 1 അല്ലേ, 2 ജൂൾ ഇസ് ഈക്വൽ ടു ഡാഷ് എർഗ് ഇതൊന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യം 1 ജൂൾ ഇസ് ഈക്വൽ ടു ഡാഷ് എർഗ്, പിന്നെ 2 ജൂൾ ഇസ് ഈക്വൽ ടു ഡാഷ് എർഗ്. അതാണ് നിങ്ങളുടെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ആൾറെഡി പറഞ്ഞു. ആൾറെഡി നിങ്ങൾ ഡയമെൻഷൻ ഫോർമുലയിലേക്ക് പോയി എനർജിയുടെ ഡയമെൻഷൻ ഫോർമുല കണ്ടുപിടിക്കും. കൃത്യം എമ്മിൻ്റെയും എല്ലിൻ്റെയും ടിയുടെയും പവർ മനസ്സിലാക്കും. ആ പവർ എടുത്ത് ഇങ്ങോട്ട് എന്ത് ചെയ്ത് കൊടുത്താൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ബാക്കി മാസിൻ്റെയും മീറ്ററിൻ്റെയും കൺവേർഷൻ മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഇതേപോലെ നിങ്ങൾ ചെയ്തു വരിക, നിങ്ങൾക്ക് ചെയ്യും. ഇനി ഒരു ആപ്ലിക്കേഷൻ കൂടി ഉണ്ട്, അത് നമ്മുടെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇന്ന് നമ്മൾ ഇതോടെ ഈ ഡിസ്കഷനോടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഒന്നും കൂടെ ഒന്ന് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, അത്യാവശ്യം ഈ കാര്യങ്ങൾ, ഈ വീഡിയോ ഒന്നും കൂടെ ഒന്ന് കാണണം. ഈ ഒരു പോർഷൻ കാണേണ്ടതായിട്ട് ചിലപ്പം വരുമായിരിക്കും. വന്നിട്ട് നിങ്ങൾ ഈ 2 ക്വസ്റ്റ്യൻ, ഈ 2 പ്രാക്ടീസ് കാര്യങ്ങൾ ചെയ്യണം.
എന്താണ് 1 ജൂൾ ഇസ് ഈക്വൽ ടു ഡാഷ് എടുക്കുന്നു, 2 ജൂൾ ഇസ് ഈക്വൽ ടു ഡാഷ് എടുക്കുന്നുള്ളത്. ഓക്കെ, നിർത്താം നമുക്ക് ഇന്നത്തെ ക്ലാസ്. എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ നോട്ട്ബുക്കിൽ കൃത്യമായി ഇതൊക്കെ ഒന്ന് എഴുതി റെഡിയാക്കി വേണം വരാൻ. ഓക്കെ, ബൈ.